ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 5-ാം തീയതി ശനിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം നാളത്തെ റേഷൻ വിതരണം നാളെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. നാളെ മുതൽ കർശന നിയന്ത്രണമാണ് സംസ്ഥാനത്തുള്ളത്. അത് സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്. നാളെ മുതൽ പുറത്തിറങ്ങിയാൽ 2 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ചുമത്തി കേസെടുക്കുന്നതായിരിക്കും. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം പറയാനുള്ളത് നാളത്തെ റേഷൻ വിതരണത്തിന്റെ കാര്യമാണ്. റേഷൻ വിഹിതങ്ങളുടെ വിതരണം നാളെ അവസാനിക്കുകയാണ്. അതായത് മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളും ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റും നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ അരിയും ഇനി ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ 2:30 വരെ മാത്രമാണ് അതിനുള്ള അവസരമുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ഭക്ഷ്യവിഹിതങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ 7-ാം തീയതി ജൂൺ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം തുടങ്ങുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെങ്കിലും ഇനി ഏതെങ്കിലും ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പോയിട്ട് വാങ്ങണം. ആ സ്പെഷ്യൽ കിറ്റ്, അതായത് സോപ്പൊക്കെ ഉൾപ്പെടുന്ന വിഷു കിറ്റ് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും വാങ്ങിയിട്ട് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും കൊടുക്കുക. വാങ്ങാത്ത ആളുകളെ അത് ഓർമ്മിപ്പിക്കുന്നു. ഇത്രയാണ് റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക്. നാളെ അതികഠിനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് വരുത്താൻ പോകുന്നത്. ഇതുവരെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ഇളവുകളും പിൻവലിച്ചിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക്, വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കും തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കടകളും നാളെ മുതൽ അടയ്ക്കുകയാണ്. വീണ്ടും കർശനമായിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ തന്നെയാണ് നാളെ മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. 9-ാം തീയതിയാണ് നമ്മുടെ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ അവസാനിക്കേണ്ട ദിവസം. ആ ഒരു ദിവസം ലോക്ക്ഡൌൺ അവസാനിക്കാൻ സാധ്യതയില്ല ഈ ഒരു അവസ്ഥയിൽ. കാരണം TPR ഇന്നും 15% മുകളിലാണ്. അത് ഒരു 10% താഴെയാവാതെ ലോക്ക്ഡൌൺ ഒഴിവാക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകം ഇതിനകം ലോക്ക്ഡൌൺ നീട്ടിക്കഴിഞ്ഞു. 7-ാം തീയതി അവരുടെ ലോക്ക്ഡൌൺ അവസാനിക്കേണ്ടതായിരുന്നു. ആ ലോക്ക്ഡൌൺ അവർ നീട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നിർദ്ദേശം 10% താഴെ എത്താതെ ലോക്ക്ഡൌൺ ഒഴിവാക്കരുത് എന്ന് തന്നെയാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനത്ത് 9-ാം തീയതിക്ക് ശേഷവും ലോക്ക്ഡൌൺ നീളാനാണ് സാധ്യത. ഈ ഒരു കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എങ്ങനെയെങ്കിലും 10-ൽ താഴെ കൊടുന്ന് നമ്മുടെ ലോക്ക്ഡൌൺ ഒഴിവാക്കി പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. എല്ലാ ആളുകളും അതിന് സഹകരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നാളെ മുതൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ ഒരു കർശന നിയന്ത്രണമുള്ള സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളെ പിടിക്കപ്പെട്ടാൽ 10,000 രൂപ പിഴയും 2 വർഷം വരെ തടവുള്ള കുറ്റമായിരിക്കും നിങ്ങളുടെ മേൽ ചേർക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. ഒരു പിഴ അടച്ച് രക്ഷപ്പെടാനൊന്നും കഴിയുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 4 മണിക്ക് ശേഷമാണ് ഈ നിയന്ത്രണങ്ങൾ വരുന്നത്. നമുക്കറിയാം നാളെ കമ്പ്യൂട്ടർ മൊബൈൽ ഷോപ്പുകൾ തുറക്കാനുള്ള അവസരമുള്ള ദിവസമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള കടകൾക്കൊക്കെ തുറക്കാം. ആ കടകൾക്കൊക്കെ നാളെ തുറക്കാവുന്നതാണ്. 4 മണിക്ക് മുമ്പായിട്ട് കടകൾ അടച്ചാൽ മതി. അതിനുശേഷമുള്ള ദിവസങ്ങളിലാണ് നിയന്ത്രണങ്ങൾ. 4 മണിക്ക് ശേഷം അതികഠിനമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരിക്കും. അത് എല്ലാവരും ഓർമ്മിക്കുക. ഞായറാഴ്ച സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരിക്കും. അതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ച തുണിക്കടകൾ, ചെരുപ്പ് കടകൾ ഇവക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി നിലവിലുണ്ടായിരുന്നു. ആ അനുമതികളെല്ലാം എടുത്തു കളയുകയാണ്. ഇനി അത്തരം ഇളവുകളുടെ പ്രഖ്യാപനം പിന്നീട് വന്നിട്ട് വേണം. ഇത്രയാണ് ഈ ഒരു അതിനിയന്ത്രണത്തെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു. ഈ ഒരു പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. നിരവധി ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുടുംബശ്രീകളിലൂടെയും അയൽക്കൂട്ടങ്ങളിലൂടെയും ജനങ്ങളെ നേരിട്ട് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വരെ 5% പലിശയിൽ ലോൺ നൽകുന്ന പദ്ധതി. കോവിഡ് രോഗം ജീവനം പ്രതിസന്ധിയിലാക്കിയ ആളുകൾക്ക് വേണ്ടിയിട്ട് 8,900 കോടി രൂപയാണ് വക ഇരുത്തിയിട്ടുള്ളത്. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നോർക്ക വഴി സാമ്പത്തിക സഹായം 1000 കോടി രൂപയുടെ ധനസഹായം, അതായത് വായ്പാ സഹായം ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയൊക്കെയുണ്ട്. ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്ന പദ്ധതി, ഭക്ഷ്യക്കിറ്റ്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി, ഇത്തരത്തിലുള്ള പദ്ധതികളിലൊക്കെയാണ് ജനങ്ങളിലേക്ക് നേരിട്ട് പദ്ധതികൾ ഉണ്ടാവുക. ക്ഷേമ പെൻഷൻ 1,600 രൂപ തന്നെയാണ്. അത് വർദ്ധിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഒരു സ്പെഷ്യൽ അരി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള അരിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. വളരെ സങ്കടകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ ഒരു ബജറ്റിൽ തന്നെ, ഈ ഒരു ആദ്യ ബജറ്റിൽ തന്നെ നമ്മുടെ ഈ അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞിട്ടുള്ള മുൻ മന്ത്രിമാരായിട്ടുള്ള ഗൗരി അമ്മയുടെയും
ബാലകൃഷ്ണപിള്ളയുടെയും പേരിൽ സ്മാരകങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് അതിന് 4 കോടി രൂപ ഈ ഒരു പ്രതിസന്ധി കാലത്ത് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ദയനീയമാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും നമുക്ക് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരിയായിട്ട് ഒന്നും ഇല്ല. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നാളെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വരും എന്തെല്ലാമാണ് ഈ ഒരു ജൂൺ മാസത്തിൽ ഉണ്ട് എന്നുള്ളത്. അതിൽ സ്പെഷ്യൽ അരി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചിട്ട് പ്രതികരിക്കാം. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.